വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ് LDCക്ക് പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ തുടങ്ങണം. അതായത് 2026 നടക്കാൻ പോകുന്ന LDC പരീക്ഷയ്ക്കായിട്ട് ഇപ്പോഴേ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്നായിട്ട് ഞങ്ങൾ കേൾക്കുകയാണ്. അപ്പം അതൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായാലും ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നാണ്. പക്ഷെ 3 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നമുക്ക് നേടാൻ പറ്റാത്ത ഒരു പരീക്ഷയാണ് LDC എക്സാം എന്നുള്ള കാര്യം ഓർക്കുക. LDC എക്സാം എന്നല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും ആയിക്കോട്ടെ. അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ആദ്യമേ ഇത് പരിശീലനം ആരംഭിക്കണം എന്ന് പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ജില്ല 14 ജില്ലയാണുള്ളത് അല്ലെ. ഒരു ജില്ലയിൽ ഏകദേശം ഒരു 80,000-നും 1,00,000-നും ഇടയിൽ ആപ്ലിക്കേഷൻ വരും. ശരാശരിയാണ്. ചില ജില്ലകളിലൊക്കെ 1,00,000-ന് മുകളിലേക്ക് പോകും, 2,00,000 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ആ സമയത്തെ സന്ദർഭവും സാഹചര്യവും ഒക്കെ പോലെ ഇരിക്കുന്നതാണ്. ഇപ്പൊ നോക്കുക, നമുക്ക് ഒരു ജില്ലയിൽ നിന്ന് പരമാവധി നിയമനം നടക്കാൻ വേണ്ടി പോകുന്നത് ശരാശരി 1000-ആണ്. ഇപ്പൊ ലാസ്റ്റത്തെ കണക്കനുസരിച്ചിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ 1000-ന് മുകളിൽ പോയി. കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ, കാസർഗോഡ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിയമനം കുറഞ്ഞത്, ആ ജില്ലകളിൽ 500-ൽ താഴെ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ ഇൻ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 14,000 നിയമനങ്ങൾ നടക്കുന്നുണ്ട് 3 വർഷത്തിനുള്ളിൽ. അപ്പോൾ നോക്കുക, എപ്പോഴാണ് ഏകദേശം 14 ലക്ഷം ആളുകളിൽ നിന്നാണ് എത്ര വരുന്നത്? 14,000-ലേക്ക് വരുന്നത്. 14 ലക്ഷം ആളുകളിൽ നിന്നാണ് നമ്മൾ 1,00,000 ശരാശരി വെച്ച് കൂട്ടി, ഇപ്പം നമ്മൾ 1000 വെച്ച് ശരാശരി വെച്ച് കൂട്ടുമ്പോൾ 14,000-ലേക്ക് വരുന്നത്. 14 ലക്ഷത്തിൽ നിന്ന്. അപ്പം ഏതാണ് 100-ൽ ഒരാൾക്കാണ് അവിടെ എന്ത് കിട്ടുന്നത്? PSC വഴി LD ക്ലർക്കായിട്ട് മത്സരിക്കുന്നവർക്ക് നിയമനം കിട്ടുന്നത്. അപ്പം നമ്മൾ വളരെ മുമ്പേ പഠിച്ചു തുടങ്ങേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ കോമ്പറ്റീഷനെ എന്ത് ചെയ്യണം? ബീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ നേരത്തെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്? കോർപ്പറേറ്റ് ലേ ഓഫുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. TCS പോലുള്ള വലിയ കമ്പനികൾ 12,000-ഓളം ആൾക്കാരെയാണ് ഒരു ദിവസം പിരിച്ചുവിട്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫേമിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാട്ടിലും സേഫ്റ്റി, കുറച്ച് റിസ്ക് എടുത്താൽ നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ സുരക്ഷിതമായ ഒരു തൊഴിൽ വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് നമ്മളുടെ തയ്യാറെടുപ്പ് വളരെ നേരത്തെ ആക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര ഡെപ്ത് ആയിരിക്കും. ഡെപ്ത് അല്ല, വാസ്റ്റ് ആയിരിക്കും. ഡെപ്തിനെക്കാട്ടിലും ഉപരി വാസ്റ്റിലെ സിലബസ് ആയിരിക്കും. അതായത് നമ്മൾ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠനമെല്ലാം കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് പിറ്റേ ദിവസം ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീണ്ടും ഒന്ന് ആവർത്തിച്ച് പഠിക്കണമെങ്കിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി, ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നമുക്കൊന്ന് പഠിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും സമയം വേണം. അതോടൊപ്പം തന്നെ ആ സമയം സ്ട്രെസ് ഫ്രീ ആയിരുന്നാൽ, നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്നാൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പറേഷനെ മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമുക്ക് 3 മാസം കൊണ്ടും ഈ ടോപ്പിക്ക് കവർ ചെയ്യാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സാണ്, സ്ട്രെയിനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. പരീക്ഷ പേപ്പറിൽ നമ്മൾ നെഗറ്റീവ് വാരിക്കൂട്ടി ലിസ്റ്റിൽ ഇല്ലാതെ ആവുകയും ചെയ്യും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും പഠിച്ചാൽ കിട്ടുന്നതാണ് LD ക്ലർക്ക് പോലുള്ള പരീക്ഷകൾ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ദീർഘകാല യാത്രയാകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ചിലർക്ക് മാത്സ് ആയിരിക്കും വീക്കായിട്ടുള്ളത്, ചിലർക്ക് ഇംഗ്ലീഷ് ആയിട്ടും ആയിരിക്കും വീക്കായിട്ടുള്ളത്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും എവിടെയാണോ നമുക്ക് ശക്തി, ആ ശക്തി തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാനും അത് പരിഹരിക്കാനുമുള്ള അവസരം നമുക്ക് ഒരു ദീർഘകാല പദ്ധതിക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഫൗണ്ടേഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ അവർക്ക് വേണ്ടിയാണ് അവർ ചെയ്യേണ്ട കാര്യം. ചെയ്യേണ്ട കാര്യം, ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം നമുക്ക് സിലബസ് പക്കായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റിനൊരു പോരായ്മയുണ്ട്. എന്താണെന്ന് അറിയോ? PSC ഏകദേശം 2-നും 3-നും ഇടയ്ക്കുള്ള മാസം, 90-നും 60 ദിവസത്തിനും ഇടയ്ക്കാണ്, പരീക്ഷയ്ക്ക് മുമ്പാണ് പലപ്പോഴും സിലബസ് പ്രഖ്യാപിക്കുന്നത്, അതായത് സിലബസ് പ്രസിദ്ധീകരിക്കുന്നത് കാലണ്ടറിൽ കൂടി, PSCയുടെ കാലണ്ടറിൽ കൂടി.
അപ്പോൾ സ്വാഭാവികമായിട്ടും 2027 പരീക്ഷയുടെ സിലബസ് മാറുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അത് എന്താണ്, നമ്മുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളും മറ്റുമായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ചില നിയമങ്ങളുണ്ട്, സുപ്രധാന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പോക്സോ നിയമമുണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് വിവരാവകാശ നിയമമുണ്ട്. ഇതൊക്കെ തന്നെയായിരിക്കും കാതലായ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് എന്ത് ചെയ്യണം, സമ്പാദിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ബേസിക്സ്, മാസ്റ്റർ ഓഫ് ദി ബേസിക്സ് എന്ന് പറയുന്ന ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം വ്യക്തവും തറവുമായിട്ട് നമ്മൾ ഒരു തവണയെങ്കിലും നമ്മൾ വായിക്കുക എന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു GK എന്ന് പറയുന്ന മേഖല എന്ന് പറയുന്നത് ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രതന്ത്രമുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, സാധാരണ അടിസ്ഥാന ശാസ്ത്രമുണ്ട്, അല്ലേ, ഭൗതിക ശാസ്ത്രം, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ വരുന്ന ആ മേഖലയുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ അവിടെ അരച്ച് കലക്കി കൂടിച്ചെടുക്കണം. നമുക്ക് 100 മാർക്കല്ല വേണ്ടത്. എങ്ങനെ പരീക്ഷ വന്നാലും നമുക്ക് ജോലി കിട്ടത്തക്ക രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. 100ൽ 100 അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ, ശക്തവും ആസൂത്രിതവുമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. പലപ്പോഴും പറയുമല്ലോ PYQ നോക്ക് അല്ലെങ്കിൽ PYQ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്, അല്ലെ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് അടിക്കേണ്ട പ്രോംപ്റ്റിംഗ് കോഡ് ഉണ്ട്. ആ കോഡ് വെച്ച് അടിച്ചു നോക്കി വേണം കയറേണ്ടത്. ഇപ്പം എക്സൈസ് ഇൻസ്പെക്ടറുടെ പരീക്ഷയാണെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ ക്വസ്റ്റ്യൻ പേപ്പറിന് അടിച്ചു കൊടുത്താൽ അത് കറക്റ്റ് ആയിട്ട് വരും. ചുമ്മാ PSC PYQ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ഏത് പരീക്ഷയുടെ ആണോ വേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തര സൂചികയും നമുക്ക് ലഭിക്കും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഡൗൺലോഡൊക്കെ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതെന്താണ്, അത് നമുക്കെന്താണ് വഴി കാട്ടുന്ന ഒരു സാധനമാണ്. എങ്ങനെ നടക്കണം എന്ന് അറിഞ്ഞിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതാണ് വഴിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ആ യാത്രയ്ക്ക് എന്താണ് കുറച്ചും കൂടെ എന്താണ് ലാളിത്യം നമുക്ക് അനുഭവപ്പെടും. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീക്ക്നെസ്സും സ്ട്രെങ്തും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. എത്രത്തോളം പുരോഗമിച്ചു എന്ന് നമുക്കൊരു നമുക്ക് ആരുടെയും മോട്ടിവേഷൻ ഇല്ലാതെ നമുക്കൊരു സെൽഫ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും എത്രത്തോളം നമ്മൾ പുരോഗമിച്ചു എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതുന്നു, നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ ലിംഗാനുപാതം, സെക്സ് റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സ്ത്രീകളാണ് കൂടുതൽ. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതും സ്ത്രീകളായിരിക്കും കൂടുതലായിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് കിട്ടിയാൽ അവർ പഠിക്കും, പക്ഷെ അവർ തേടി പോകുന്നില്ല. പക്ഷെ നമ്മൾ ദിവസവും പത്രം വായിച്ചുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും പത്രം വായിക്കണം. പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ബുള്ളറ്റിൻ, റേഡിയോ വാർത്ത, നമുക്ക് ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകാശവാണിയുടെ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് കിട്ടും. അതിൽ ഒരു ബുള്ളറ്റിൻ വാർത്ത, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, അത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ അങ്ങ് നടക്കുന്നത്, അല്ലേ. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് അങ്ങനെ മാസ്റ്ററി നേടാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു വിശാലമായ ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. ഇപ്പം മെയിൻ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് 20 മാർക്ക് 10 മാർക്കൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. വലിയൊരു മേഖലയാണ്. അതും അതിൻ്റെ അകത്ത് ഒരുപാട് ഉപമേഖലയുണ്ട്. കായികമുണ്ട്, ശാസ്ത്രമുണ്ട്, ഗതാഗതമുണ്ട്, സൈനികമുണ്ട്, അങ്ങനെ ഒരുപാട് ഉപമേഖല, ആരോഗ്യമുണ്ട്, ഉപമേഖലയുള്ളതാണ്. അപ്പം അത് പഠിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തൊട്ട് തന്നെ അത് മുമ്പോട്ട് പോവുക. അതോടൊപ്പം തന്നെ പഠിക്കുക മാത്രമല്ല ഇടക്ക് റിവിഷൻ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. അപ്പം ഇനി ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ നോളജ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഇതെല്ലാം എന്ത് ചെയ്യുക, ഇതിനൊക്കെ തന്നെ നമുക്ക് കൂടുതൽ നമ്മൾ പാഠപുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ജനറൽ നോളജിന് പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കുക. മാത്തമാറ്റിക്സിന് നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക്
അതിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എന്താണ് കമ്പ്യൂട്ടർ, ഞാൻ പറയുന്നു കമ്പ്യൂട്ടർ വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷെ എന്താണ് കമ്പ്യൂട്ടർ നോളജ്, പ്രത്യേകിച്ച് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പുതുതായിട്ട് എന്തൊക്കെ സോഫ്റ്റ്വെയർ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർ എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയും നമുക്ക് അപ്ഡേഷൻസ് അനിവാര്യമാണ്. ബാക്കി മലയാളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം എന്താണ് ഏകദേശം നമുക്ക് സ്ട്രക്ചർ അറിയാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും എന്താണ് വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പം നമുക്ക് എന്താണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എന്ത് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്കിവിടെ നിർത്താം. താങ്ക്